വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി സദ്യ സ്പെഷ്യൽ പരിപ്പ് പ്രഥമനാണ്. വളരെ ഈസിയും ടേസ്റ്റിയും ആയി എങ്ങനെ കുക്കറിൽ നമുക്ക് പ്രഥമൻ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് 1 കപ്പ് ചെറുപയർ പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 240 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇവ റോസ്റ്റ് ചെയ്തെടുക്കാൻ. പരിപ്പ് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ആ പരിപ്പിൻ്റെ മഞ്ഞ കളറെല്ലാം മാറി ഏകദേശം ഒരു കളർ ചേഞ്ച് ആയി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ പരിപ്പ് ഞാനിവിടെ റോസ്റ്റ് ചെയ്യുന്നത് വാഷ് ചെയ്യാതെയാണ്. നമ്മൾ റോസ്റ്റ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിനകത്തേക്ക് ഉടനെ തന്നെ മാറ്റുക. അതിനുശേഷം ഇത് നന്നായി വാഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ പരിപ്പ് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത് ഞാനിവിടെ വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി വാഷ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഇത് ഒരു കുക്കറിനകത്തേക്ക് മാറ്റുകയാണ്. ഇവിടെ ഞാൻ 5 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കഴുകിയെടുത്തിരിക്കുന്ന പരിപ്പ് മുഴുവനായും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഞാൻ തേങ്ങയുടെ 2ാം പാലിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. 3 കപ്പ് വളരെ നേർപ്പിച്ച 2ാം പാലാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടും പരിപ്പ് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് തേങ്ങയുടെ 2ാം പാലിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുമ്പോഴാണ്. പിന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. 2 വിസിലാവുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. സമയം കൊണ്ട് ശർക്കരപ്പാനി തയ്യാറാക്കാം. 300 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ ഞാനിവിടെ മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ശർക്കര ഇപ്പോൾ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. മെൽറ്റായ ശർക്കര ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ പരിപ്പെല്ലാം ആവശ്യത്തിന് കുക്കായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ കുക്കറിൽ ആവശ്യത്തിന് വെള്ളം മാത്രമേ ഉള്ളൂ. പരിപ്പെല്ലാം ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സ്ട്രെയിനർ വെച്ച് അരിച്ചിട്ടാണ് ശർക്കരപ്പാനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരപ്പാനി ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നെ പരിപ്പ് കുക്കാവുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ ശർക്കരപ്പാനി ചേർക്കാൻ പാടില്ല. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പരിപ്പ് കുക്കായി കിട്ടുകയില്ല. അതുകൊണ്ട് പരിപ്പ് ആവശ്യത്തിന് കുക്കായതിന് ശേഷം മാത്രമേ ശർക്കരപ്പാനി ചേർക്കാൻ പാടുള്ളൂ. ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ നെയ്യിലും ശർക്കരപ്പാനിയിലും കിടന്ന് ഒരു 5 മിനിറ്റ് സമയം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുത്തപ്പോഴേക്കും നമ്മുടെ ശർക്കരപ്പാനിയും നെയ്യും നന്നായി പരിപ്പിലേക്ക് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായ പൊടിച്ചതും അതുപോലെ തന്നെ ജീരകം പൊടിച്ചതും ആണ്. 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതുമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റ് സമയം ചെറിയ തീയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് തേങ്ങയുടെ 1ാം പാലാണ്. നല്ല കട്ടിയുള്ള 1ാം പാലാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. കാരണം തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യം ഇല്ല. ഇത് നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ഗാർണിഷ് ചെയ്യാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ചേർത്ത് ഒന്ന് നിറം മാറി തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇവ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇത് നിറം മാറി തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് റേസിൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇവയെല്ലാം നന്നായി റോസ്റ്റ് ആയതിനു ശേഷം നമ്മൾ ഇത് ഗാർണിഷ് ചെയ്യുകയാണ്. ഇത് നമ്മൾ പായസത്തിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ